തിരിച്ചു പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ വലിയ വിഷമമാണ് എനിക്കുണ്ടായത്. എന്താണെന്നറിയില്ല, എൻ്റെ കണ്ണ് പെട്ടെന്ന് നിറഞ്ഞുപോയി. എൻ്റെ ഈ യാത്രയിൽ സാജൻ ചേട്ടനും ഞങ്ങളുടെ നേപ്പാളി ഗൈഡും മധുചേട്ടനും ആ കുതിരക്കാരനും വരെ ആ നിമിഷത്തിൽ ദൈവതുല്യരായിരുന്നു. കൈലാസനാഥൻ വീണ്ടും ഞങ്ങളെ വലിയൊരു പരീക്ഷണത്തിലേക്ക് തള്ളിവിടുകയാണോ എന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ. ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ പകർത്തിയ അത്യപൂർവമായ ദൃശ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നുണ്ടായിരുന്നു. നമസ്കാരം. കൈലാസതീർത്ഥത്തിന്റെ 14-ാം അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ട വികാരനിർഭരമായ നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതിശക്തമായ ശ്വാസമുട്ടൽ കാരണം ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ ഞാൻ കൈലാസ പരിക്രമണം പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടി വരികയും ദിറാപുക് ബേസ് ക്യാമ്പിലേക്ക് തിരികെ നടന്നിറങ്ങുകയും ചെയ്ത കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ട് അവസാനിപ്പിച്ചത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നും 2-ാം ദിന പരിക്രമണത്തിലെ വിസ്മയ കാഴ്ചകളുമാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത്. ശില്പ തിരിച്ചു പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ വലിയ വിഷമമാണ് എനിക്കുണ്ടായത്. എന്താണെന്നറിയില്ല, എൻ്റെ കണ്ണ് പെട്ടെന്ന് നിറഞ്ഞുപോയി. കാരണം എന്നേക്കാൾ കൂടുതൽ ഈ യാത്രയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് ഇതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്തത് ശില്പയാണ്. ശില്പയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കൈലാസ പരിക്രമണം എന്നത്. അതിനുവേണ്ടി ജോലി തിരക്കുകൾക്കിടയിലും ശില്പ എടുത്ത ആ ഒരു എഫേർട്ട് നേരിട്ട് കണ്ടൊരാളാണ് ഞാൻ. കൈലാസത്തിൻ്റെ മുന്നിൽ വരെ എത്തിയിട്ട് പാതി വഴിയിൽ തിരികെ മടങ്ങിപ്പോകുന്ന ശില്പയുടെ സങ്കടമുള്ള മുഖമായിരുന്നു ആ നിമിഷം എൻ്റെ മനസ്സിൽ. ഈ കൈലാസയാത്ര എങ്ങനെയെങ്കിലും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ പൂർണ്ണമായും എത്തിക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അതായിരുന്നു എന്നെ മുന്നോട്ട് നയിച്ചത്. കുറച്ചു സമയം തിരിഞ്ഞു പോലും നോക്കാതെ ഞാൻ നിറകണ്ണുകളോടെ മുന്നിലേക്ക് നടന്നു. കൂടെ മധുചേട്ടനും. എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടാവണമെന്നറിയില്ല, മധുചേട്ടൻ ആ യാത്രയുടെ ഏകദേശം മുഴുവൻ ഭാഗങ്ങളിലും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ തളർന്നുപോയ മനസ്സുമായി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ബേസ് ക്യാമ്പിൽ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഞങ്ങളുടെ ടീം ലീഡറായ സാജൻ ചേട്ടൻ ഓടിയെത്തി. കാര്യമറിയാതെ സങ്കടപ്പെട്ടിരുന്ന എന്നെ കണ്ട് സാജൻ ചേട്ടൻ സ്നേഹത്തോടെ എന്തു പറ്റിയെന്ന് ചോദിച്ചറിഞ്ഞു. തൊട്ടു പിന്നാലെ ഞങ്ങളുടെ നേപ്പാളി ഗൈഡും അവിടേക്ക് എത്തുകയായിരുന്നു. ശരീരം തളർന്നെങ്കിലും ഉള്ളിലെ തീരാത്ത ആഗ്രഹം കാരണം ഞാൻ അവരോട് ഒരു കുതിരയുടെ സഹായം ലഭിക്കുകയാണെങ്കിൽ എനിക്ക് യാത്ര തുടരാൻ കഴിയുമെന്ന് പറഞ്ഞു. യമദ്വാരം കഴിഞ്ഞാൽ പാതി വഴിയിൽ കുതിരയെ കിട്ടുക എന്നത് അസാധ്യമാണെങ്കിലും ഞങ്ങളുടെ നേപ്പാളി ഗൈഡ് അന്വേഷിച്ചു വന്ന് എനിക്കൊരു കുതിരയും കുതിരക്കാരനും തയ്യാറാണ് എന്ന വലിയ സന്തോഷ വാർത്ത എന്നോട് പറഞ്ഞു. ഡോൾമ പാസ് വരെ അവരെന്നെ എത്തിക്കുമെന്ന് കേട്ടപ്പോൾ ഉള്ളിലുണ്ടായ ആനന്ദം അത് വളരെ വലുതു തന്നെയാണ്. പക്ഷേ ക്രൂ ലീഡർ മധുചേട്ടൻ സമ്മതിക്കാതെ എനിക്ക് ഈ തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് അറിയാമായിരുന്നു. അങ്ങനെ മധുചേട്ടനോട് ഫോണിലൂടെ ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതം തന്നതോടുകൂടി കൈലാസനാഥനെ തൊഴുത് ഞാൻ വീണ്ടും ഡോൾമ പാസയിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ മധുചേട്ടനും ഞാനുമായി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കഠിനമായ മല കയറി ഏകദേശം ഡോൾമ പാസ എത്താറായപ്പോൾ മധുചേട്ടൻ എന്നോട് പറയുന്നു, ദാ ശില്പ വരുന്നുണ്ടെന്ന്. അറിയില്ല, അത് കേട്ടപ്പോഴേക്കും എൻ്റെ കണ്ണ് വീണ്ടും നിറഞ്ഞു. ഞാൻ ഭഗവാനോട് പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ശില്പയും ഞങ്ങളോടൊപ്പം ഈ പരിക്രമണം പൂർത്തിയാക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. കുതിരപ്പുറത്തുള്ള ശില്പയുടെ ആ വരവ് തികച്ചും രാജകീയമായിരുന്നു. വഴിമധ്യേ വെച്ച് മധുചേട്ടനെയും വിഷ്ണുവിനെയും മറ്റ് സഹയാത്രികരെയും ഞാൻ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അവരുടെ മുഖത്തുണ്ടായ ആശ്ചര്യവും സന്തോഷവും എൻ്റെ ഉള്ളിലെ ഊർജം ഇരട്ടിയാക്കി എന്ന് പറയാം. ഓം നമഃ ശിവായ മന്ത്രങ്ങൾ ജപിച്ച് ഞങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. പിന്നീട് അങ്ങനെ മണിക്കൂറുകൾ നീണ്ട കഠിനമായ യാത്രയ്ക്കൊടുവിൽ
ഞങ്ങൾ കൈലാസ പരിക്രമണത്തിലെ ഏറ്റവും ഉയർന്ന പോയിന്റായ ഡോൾമ പാസയിലേക്ക് എത്തിച്ചേർന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 18,600 അടി മുകളിലുള്ള ഓക്സിജന്റെ അളവ് വളരെ കുറഞ്ഞ ഡെഡ് സോൺ എന്ന് വിളിക്കപ്പെടുന്ന കൊടുമുടിയാണ് ഡോൾമ പാസ്. ഡോൾമ പാസ് എന്ന് പറയുമ്പോൾ ഡോൾമ എന്ന് പറഞ്ഞാൽ ടിബറ്റൻ ഭാഷയിൽ പാർവതി എന്നാണ്. അപ്പോൾ ഡോൾമ പാസ് എന്ന് പറഞ്ഞാൽ ഡോൾമ ചുരം. ഡോൾമ ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭാഷയിൽ ഡോൾമ ചുരം എന്നാണ്. ല എന്നാണ് ഇവിടെ ചുരത്തിന് വേണ്ടി പറയുന്നത്. ഇതാണ് നമ്മുടെ 18,500 അടി ഉയരത്തിൽ വരുന്ന ഇതാണ് നമ്മുടെ യാത്രയിലെ ഏറ്റവും കഠിനമായ ഭാഗം. അപ്പോൾ സാധാരണ നമ്മൾ പറഞ്ഞാൽ കേദാർനാഥ് പോയിട്ടുണ്ട്, ബദ്രിനാഥ് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കേദാർനാഥ് ബദ്രിനാഥൊക്കെ മോശപ്പെട്ട യാത്രകളല്ല, കാഠിന്യം കൂടിയ യാത്രകളാണെങ്കിൽ പോലും നമ്മൾ എത്തുന്നത് 10,000-15,500 അടി ഉയരത്തിലേക്ക് കാണാം. പക്ഷേ കൈലാസ യാത്രയുടെ പൂർണ്ണ പരിക്രമണം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്തുന്നത് 18,500 അടി ഉയരത്തിലേക്കാണ്. ആ പ്രദേശമാണ് ഡോൾമ പാസ് എന്ന് പറഞ്ഞാൽ. ഡോൾമ പാസിൽ നമ്മൾ കാണുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ഡോൾമ പാസിൽ നമ്മളൊരു വിളക്ക് തെളിയിക്കും, അല്ലെങ്കിൽ കൂളത്തിൻ്റെ ഇട്ടൊരു പൂജ നടത്തും, അല്ലെങ്കിൽ ഭഗവതിക്ക് വേണ്ടി എന്തെങ്കിലും പ്രസാദം അവിടെ വെക്കുന്നല്ലാതെ മറ്റ് ടിബറ്റൻ ബോൺ റിലീജിയൻകാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ മൃതമായ ഭാഗങ്ങൾ അവിടെ ഉപേക്ഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങൾ കൊണ്ടുവന്ന് ഡോൾമ പാസിൽ സ്ഥാപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് പുറമെ അവർ പുതിയ കൊടിതോരണങ്ങൾ താഴെ നിന്ന് പരിക്രമണത്തിന് കൊണ്ടുവന്ന് ചുമന്ന് കൊണ്ടുവന്ന് അവിടെ കെട്ടി അലങ്കരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇത്തവണ നമ്മൾ കണ്ടത് സഹദാവ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഇത്തവണ നമ്മളവിടെ വളരെ വലിയൊരു തിരക്കാണ് കണ്ടത്. കാരണം ഈ രണ്ട് റിലീജിയൻ ബോൺ ആയെങ്കിലും ടിബറ്റൻ ബുദ്ധിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും പ്രധാനപ്പെട്ട ഡോൾമ പാസിൽ വലിയൊരു തിരക്കാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ അതിൽ രസകരമായ ഒരു സംഭവം വെച്ചാൽ ബോൺ റിലീജിയനുകാർ കൈലാസനെ റിവേഴ്സലാണ് പരിക്രമണം ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രദർശനത്തിന് പകരം അവർ നമ്മുടെ പറയുന്ന ഓപ്പോസിറ്റ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ചെയ്യുകയാണെങ്കിൽ അവർ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ ഡോൾമ പാസിൻ്റെ മുകളിൽ ഇത്രയേറെ തണുത്ത കാലാവസ്ഥയിൽ ശക്തമായ കാറ്റടിക്കുന്ന സമയത്ത് കടന്നു പോകാൻ ശ്വാസം കിട്ടാതെ നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇവർ നമസ്കാര പ്രദക്ഷിണങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നതാണ്. അത് രണ്ട് തലത്തിലേക്കും നമസ്കാര പ്രദർശനം ചെയ്ത് കടന്നു പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രചോദനമാണ്. കാരണം എന്താണ് ഭക്തിയുടെ ആഴം എന്നുള്ളത്, എന്താണ് ഈ ശരീരം കൊണ്ട് ഭഗവാൻ അർപ്പിക്കാൻ പറ്റുന്ന പൂർണ്ണത എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള കാഴ്ചകളാണ്. ഇത്തവണ ഡോൾമ പാസിൽ അതായിരുന്നു പ്രത്യേകത. ഡോൾമ പാസിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി തുടങ്ങുമ്പോൾ ഇറക്കം കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് വലത്തുവശത്തായിട്ട് ഗൗരി കുണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പഞ്ചകൈലാസങ്ങൾ പോയിട്ടുള്ളവർക്ക് അറിയാം, പഞ്ചകൈലാസങ്ങളെ പറ്റി വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. കൈലാസത്തിൽ എവിടെയൊക്കെ കൈലാസം ശിവൻ വസിക്കുന്ന കൈലാസങ്ങളുണ്ടോ അവിടെയൊക്കെ തന്നെ നമുക്ക് ഗൗരി കുണ്ട്, പാർവതിയായിട്ട് വസിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഗൗരി ദേവിക്ക് വേണ്ടിയിട്ട് കുളിക്കാനുള്ള ഒരു കുണ്ട്, പാർവതി സരോവർ, നയൻ സരോവർ, അങ്ങനെ പല രീതിയിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഗൗരി കുണ്ടെന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളമില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ 5 കുഴികളായിട്ടാണ് നമ്മൾ കാണുക. അതും നല്ല എമറാൾഡ് ഗ്രീൻ കളറിലാണ്, പച്ച നിറത്തിൽ, മരതക പച്ച നിറത്തിലാണ് നമ്മൾ ആ വെള്ളം കാണുക. വെള്ളം കൂടുതലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ 5 കൂടി ഒരുമിച്ച് കിടക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇത്തവണയ്ക്കെന്ന് പറഞ്ഞാൽ മഞ്ഞ് കൂടുതലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ആ തടാകത്തിൻ്റെ വലുപ്പത്തിൽ മഞ്ഞ് മൂടി അതൊരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് കിടക്കുക. അപ്പോൾ പലരും പറയുന്ന ഗൗരികുണ്ടിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ഗൗരികുണ്ടിലേക്ക് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങാം, പക്ഷേ തിരിച്ച് കയറാൻ നിങ്ങൾക്ക് അരമണിക്കൂറെങ്കിലും വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ പലരോടും പറയുന്നത് ശക്തമായ കായികക്ഷമത ഇല്ലാത്ത ആരും ഗൗരികുണ്ടിലേക്ക് ഇറങ്ങരുത് എന്നാണ് പറയുന്നത്. കാരണം അതിനകത്തും ഇറങ്ങി പോകുന്നത് തിരിച്ച് കയറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവിടെ എത്തിയപ്പോൾ എൻ്റെ കുതിരക്കാരന് മടങ്ങാൻ സമയമായി. എന്നെ ഇത്രയും ദൂരം സുരക്ഷിതമായി എത്തിച്ച എൻ്റെ കുതിരക്കാരന് അളവറ്റ സന്തോഷത്തോടെയും നന്ദിയോടെയും ഞാൻ യാത്ര പറഞ്ഞു. മുകളിലെത്തിയ ശേഷം ഞങ്ങളുടെ മറ്റു ഗ്രൂപ്പ് അംഗങ്ങൾ നടന്നെത്തുന്നതുവരെ ഞാൻ അവിടെ അവർക്ക് വേണ്ടി കാത്തിരുന്നു. സാക്ഷാൽ പാർവതി ദേവിയുടെ സന്നിധാനമായ ഡോൾമ പാസയിലെ വാനോളം ഉയരത്തിൽ കെട്ടിയ 10,000-കണക്കിന് ടിബറ്റൻ പ്രാർത്ഥനാ പതാകകൾ മഞ്ഞുകാറ്റിൽ ആടി ഉലയുന്നത് കാണാൻ അതീവ മനോഹരമായിരുന്നു എന്ന് പറയാം. അവിടെ ഇരുന്ന് ആലോചിക്കുമ്പോൾ കൈലാസയാത്ര നടത്തുമ്പോൾ ഭഗവാൻ നമ്മുടെ മുന്നിൽ ഓരോ രൂപത്തിൽ എത്തുമെന്ന് ഒരുപാട് പേർ പറഞ്ഞതാണ് ഓർമ്മ വന്നത്. എൻ്റെ ഈ യാത്രയിൽ സാജൻ ചേട്ടനും ഞങ്ങളുടെ നേപ്പാളി ഗൈഡും മധുചേട്ടനും ആ കുതിരക്കാരനും വരെ ആ നിമിഷത്തിൽ ദൈവതുല്യരായിരുന്നു. ഡോൾമ പാസയിലെത്തി ചുറ്റും നോക്കുമ്പോൾ അതികഠിനമായ ആൾട്ടിറ്റ്യൂഡിലും ഓം നമ ശിവായ മന്ത്രങ്ങൾ ഉറക്കെ ജപിച്ച് ആ പാത നടന്നു തീർക്കുന്ന ഭക്തരെ കാണാമായിരുന്നു. എന്നാൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ടിബറ്റൻ ഭക്തരായിരുന്നു.
ഈ കഠിനമായ മഞ്ഞിലും പാറക്കെട്ടുകളിലും തങ്ങളുടെ ശരീരം മുഴുവൻ നീട്ടി നിവർത്തിക്കിടന്ന് സാഷ്ടാംഗ പ്രണാമമർപ്പിച്ച് പരിക്രമണം ചെയ്യുന്ന അവരുടെ ഭക്തി ദർശിച്ചപ്പോൾ നമ്മുടെ സകല യാത്രാക്ഷീണങ്ങളും അലിഞ്ഞില്ലാതായിപ്പോയി. 18,600 അടി മുകളിലുള്ള ഡോൾമ പാസയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യവും ചരിത്രപരമായ നിമിഷവുമായിരുന്നു അവിടെ നിന്നുള്ള ലൈവ് സംപ്രേഷണം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിവിദൂര ഹിമാലയൻ കൊടുമുടിയിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള നാട്ടിലെ പ്രേക്ഷകരിലേക്ക് കൈലാസത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളും വിശുദ്ധിയും നേരിട്ടെത്തിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ മാധ്യമ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ആത്മീയ അനുഗ്രഹമായിരുന്നു. കൈലാസ പരിക്രമണത്തിന്റെ 2ാം ദിവസമാണ് ഇന്ന്. 1ാം ദിവസം ഭംഗിയായി പൂർത്തിയായി. 2ാം ദിവസത്തിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാന കടമ്പയായിട്ടുള്ള ഡോൾമ പാസിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സമുദ്രത്തിന്റെ പിന്നെ 18,500 അടി മുകളിലാണ്. ഒരു -5 ഡിഗ്രിയാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അത്രത്തോളം മനോഹരമായ ഒരു എന്താ പറയുക കാഴ്ചയ്ക്കാണ് നമ്മളിപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് മധുചേട്ടാ ഈ ഡോൾമ പാസും കൈലാസ പരിക്രമണവും തമ്മിലുള്ളൊരു ബന്ധം? കൈലാസ പരിക്രമണത്തിലെ 2ാമത്തെ ദിവസത്തിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പോർഷനാണ് ഡോൾമ പാസ്. ഡോൾമ എന്ന് പറഞ്ഞാൽ ടിബറ്റൻ ഭാഷയിൽ പാർവതി എന്നാണ്. ഡോൾമല എന്നാണ് അവർ പറയുക. ല എന്ന് പറഞ്ഞാൽ പാസ്, ചുരം നമ്മുടെ ഭാഷയിൽ. അപ്പോൾ ഇത് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പരിക്രമത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രദേശം കടന്നു. 18,500 ഉയരം. ഭയങ്കര 6 കിലോമീറ്റർ കൊണ്ട് വളരെ ഉയരത്തിലേക്ക് കയറി വരുന്നതാണ്. കാലാവസ്ഥ നിങ്ങൾക്ക് കാണാം, അത്രയേറെ തീവ്രമായ കാലാവസ്ഥയാണ്. ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്. മാത്രമല്ല ഇത്തവണ നമ്മുടെ സാഗാദാവ ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് നല്ല തിരക്ക് ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഓക്സിജൻ കൂടുതൽ ബുദ്ധിമുട്ടാവാണ്. എന്നിരിക്കലും എനിക്ക് തോന്നുന്നൊരു 70% പേരെങ്കിലും ഈ യാത്രയിൽ പരിക്രമണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പാസ് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതീവ സന്തോഷകരമായൊരു സമയമാണ്. ഡോൾമ പാസിന് മുന്നിലെത്തുക എന്ന് പറയുന്നത് പരിക്രമത്തിൻ്റെ പൂർണ്ണതയാണ്. നിങ്ങൾക്ക് കാണാം, പലപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ ഇത്തവണത്തെ സജ്ജീകരണങ്ങൾ, കൊടിതോരണങ്ങൾ, പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 5 നിറത്തിലുള്ള മന്ത്രങ്ങൾ ലിഖിതമായിട്ടുള്ള കൊടിതോരണങ്ങൾ കൊണ്ട് ഡോൾമ പാസ് പൂർണ്ണമായും അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് അത്യപൂർവമായൊരു അനുഭൂതിയാണ്. ഈ ഡോൾമ പാസ് താഴത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ ഗൗരികുണ്ട് വരുന്നത്. അതും ഈ യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഗൗരികുണ്ടിന് ശേഷം ഇനി പൂർണ്ണമായ ഇറക്കാണ്. അതിനുശേഷം ഒരു 12 കിലോമീറ്ററോളം വരുന്ന ദൂരം നമുക്ക് സമനിരപ്പായ റോഡാണ്. ഇന്നത്തെ ദിവസത്തെ യാത്ര അതോടുകൂടി സമ്പൂർണ്ണമാവാണ്. നാളെ വെറും 6 കിലോമീറ്ററിൻ്റെ പരിക്രമയേ ഉള്ളൂ. അപ്പോൾ ഡോൾമ പാസ് കടന്നാൽ നമ്മുടെ യാത്രയുടെ എല്ലാ പ്രധാന കടമ്പകളും കടന്നു എന്നാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പോൾ വലിയൊരു കൈലാസ പരിക്രമണത്തിൻ്റെ വലിയൊരു ഭാഗം പൂർത്തിയാക്കിയിരിക്കുകയാണ് നമ്മുടെ സംഘം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ഡോൾമ പാസ് പിന്നിട്ട് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ വലതുവശത്തായി താഴ്വരയിൽ പവിത്രമായ ഗൗരികുണ്ട് തടാകം കണ്ടു. സമുദ്രനിരപ്പിൽ നിന്ന് 18,400 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തണുത്തുറഞ്ഞ മഞ്ഞുപാളികൾക്കിടയിൽ മരതകപ്പച്ച നിറത്തിൽ ശോഭിക്കുന്ന ഈ തടാകം പാർവതി ദേവി സ്നാനം ചെയ്തിരുന്ന വിശുദ്ധ തടാകമാണെന്നാണ് ഐതിഹ്യം. ഗണപതി ഭഗവാന്റെ ജനനവുമായി ബന്ധപ്പെട്ട് പൗരാണികമായ കഥകളും ഗൗരികുണ്ടുമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. ഗൗരികുണ്ട് പിന്നിട്ടാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കഠിനമായ പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള കുത്തനെയുള്ള ഇറക്കമാണ്. അതുകൊണ്ട് തന്നെ കുതിരയെ തിരഞ്ഞെടുത്തവരും അവിടെ എത്തിയാൽ നടക്കണം. കുതിരകൾക്ക് ഇറങ്ങാൻ അപകടകരമായ വഴിയായതിനാലാണ് ഇത്. അങ്ങനെ തണുത്തുറഞ്ഞ ഹിമനദിയിലൂടെയും ഇടുങ്ങിയ പാതയിലൂടെയും ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ആ ഹിമനദിയുടെ തീരത്തിരുന്നാണ് ഞങ്ങൾ അന്നത്തെ ഉച്ചഭക്ഷണം കഴിച്ചതും. ആശ്ചര്യകരമായ കാര്യമെന്തെന്നാൽ ഈ യാത്രയിലുടനീളം -ഡിഗ്രി തണുപ്പും കഠിനമായ കാൽനട യാത്രയും ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്ക് വിശപ്പോ ദാഹവോ ഒട്ടും അനുഭവപ്പെട്ടില്ല എന്നത് തന്നെയാണ്. പ്രപഞ്ചനാഥൻ്റെ ഏതൊക്കെയോ അത്ഭുതകരമായ ആത്മീയ ഊർജം ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് പോലെയായിരുന്നു ഈ യാത്ര മുഴുവൻ. എങ്ങനെയുണ്ട് യാത്ര? നമ്മൾ കൈലാസത്തിൽ വരാതെ പറഞ്ഞാൽ എന്നെ നമ്മളുടെ എന്താ പറയുക ശിവൻ ശിവഭഗവാൻ വിളിച്ചാലേ ഇങ്ങോട്ട് വരാൻ സൗകര്യപ്പെട്ട് വരാൻ പറ്റുള്ളൂ. അതും പ്രത്യേകിച്ച്
കുറേ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവിടെ ഈ സൗത്ത് വെസ്റ്റിൻ്റെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക പിതൃക്കന്മാരെ പുണ്യം ചെയ്യണം, അല്ലാതെ ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല. സോ ഞാൻ അതിൽ തീർച്ചയായിട്ടും കൃതാർത്ഥനാണ്. എൻ്റെ പിതൃക്കൾക്കും എല്ലാവർക്കും ശിവഭഗവാനും എല്ലാവർക്കും നന്ദിയും പ്രാർത്ഥനകളോടെ. തീർച്ചയായിട്ടും എല്ലാവരെയും സംബന്ധിച്ചും വലിയ സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ്. അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു യാത്ര? യാത്ര വളരെ വളരെ നന്നായിട്ട് തോന്നി. ഇവിടെ വരാൻ സാധിച്ചത് വളരെ വളരെ സന്തോഷം. ഇങ്ങനൊരു യാത്ര കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച ലൈഫിൽ ജീവിതത്തിൽ എത്രത്തോളം എന്താ പറയുക എക്സൈറ്റ്മെന്റ് ഉണ്ട് കൈലാസത്തിലേക്ക് പരിക്രമണത്തിലേക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്നാൽ സന്തോഷവും ആത്മീയ നിർവൃതിയും നിറഞ്ഞ ആ യാത്രയിലേക്ക് അതിശക്തമായ വെല്ലുവിളികളും സസ്പെൻസുകളും അപ്രതീക്ഷിതമായി കടന്നു വരികയുണ്ടായി. ഡോൾമ പാസയിൽ വെച്ച് ഞങ്ങൾ ലൈവ് നൽകിയ വിവരം ചൈനീസ് അധികൃതർ അറിഞ്ഞു. മുൻകൂട്ടി കൃത്യമായ അനുമതികൾ വാങ്ങിക്കൊണ്ടുവന്ന ക്യാമറകളും സാങ്കേതിക ഉപകരണങ്ങളുമാണ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എങ്കിലും ആ ഉയർന്ന മലനിരയിൽ നിന്നും ലൈവ് നൽകിയത് ചൈനീസ് സുരക്ഷാ വിഭാഗത്തിന് കടുത്ത അതൃപ്തി ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ തുടർച്ചയായി ഞങ്ങളുടെ ചൈനീസ് ഗൈഡുകൾക്കും ഒഫീഷ്യലുകൾക്കും മുകളിൽ നിന്ന് കോളുകൾ വരാൻ തുടങ്ങി. ഞങ്ങളുടെ ക്യാമറകളും സർവ്വ ഉപകരണങ്ങളും ഉടൻ തന്നെ ചൈനീസ് പോലീസിന് മുന്നിൽ സറണ്ടർ ചെയ്യണം എന്നായിരുന്നു അവരുടെ കർശനമായ ഉത്തരവ്. ഞങ്ങളുടെ കൂടെയുള്ള മറ്റു തീർത്ഥാടകരെ പോലും പോലീസുകാർ വഴിയിൽ തടഞ്ഞു നിർത്തി ഞങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും ഞങ്ങളുടെ ലൊക്കേഷൻ കണ്ടെത്താനും തുടങ്ങി. ഇതോടെ ഞങ്ങളുടെ മനസ്സിൽ കടുത്ത സമ്മർദ്ദമുണ്ടായി. ആദ്യം ഞാൻ പറയാം, കൈലാസനാഥനെ 2 വർഷം എപ്പോഴും വിളിക്കാറുണ്ടെങ്കിലും 2 വർഷം മുമ്പെയാണ് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത്. പക്ഷെ ഇപ്പം ഇവിടെ വന്നപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഇവിടെ ഭഗവാനെ അവിടെ ഇപ്പോഴും കാണുന്നുണ്ട് ഞാൻ. ശിവനിങ്ങനെ എന്നെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നു, എൻ്റെ അച്ഛൻ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു. ഞാൻ കണ്ടില്ല. ആ ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ വളരെയധികം ഇതിലധികം കൂടുതൽ എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ഇപ്പോൾ ഇവിടെ മരിച്ചാലും നോക്കോ. ഐ എം വെരി ഹാപ്പി. താങ്ക് യു. ആൻഡ് ഇവിടെ എത്തിച്ചു തന്നെ മധുസൂദനൻ നായരോട് ഭയങ്കര ഹാപ്പി. ഐ എം വെരി ഹാപ്പി. ബഹ്റിനിൽ നിന്ന് ഇവിടേക്ക് ഇതിനു വേണ്ടി വന്നതാണ്, കൈലാസ ദർശനത്തിന് വേണ്ടി. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഇറാൻ അമേരിക്ക വാർ കാരണം ഫ്ലൈറ്റ്സ് എല്ലാം സ്റ്റോപ്പായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് എല്ലാം ക്ലിയറായി. ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടി ബഹ്റിനിൽ നിന്ന് വരാൻ. അങ്ങനെ എല്ലാം ഇടയ്ക്ക് അസുഖങ്ങളുണ്ടായിരുന്നു, അതെല്ലാം മാറി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ എത്തി. കൈലാസത്തിൻ്റെ ദർശനം കിട്ടി. ഇതൊരു പുണ്യമാണ്. എന്താ പറയുക, ഒരു ജീവിതാഭിലാഷമായിരുന്നു, അത് നടന്നു കിട്ടി. ഒന്നും പറയാൻ ഒന്നും വാക്കുകൾ പോലും കിട്ടുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അഭിലാഷമായിരുന്നു ഇത്. ഇവിടെ എന്തോ പൂർവികർ ചെയ്ത എന്തോ പുണ്യമാണ്. ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനിയും ബാക്കി എല്ലാം മഹാദേവൻ കാക്കട്ടെ. ശംഭോ മഹാദേവ. കൈലാസനാഥൻ വീണ്ടും ഞങ്ങളെ വലിയൊരു പരീക്ഷണത്തിലേക്ക് തള്ളിവിടുകയാണോ എന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ. ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ പകർത്തിയ അത്യപൂർവമായ ദൃശ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നുണ്ടായിരുന്നു. എങ്കിലും കൂടെയുള്ള മധുചേട്ടൻ ഞങ്ങൾക്ക് ഉറച്ച പിന്തുണ നൽകി കൂടെ നിന്നു. മുൻകരുതൽ എന്ന നിലയിൽ ഞങ്ങൾ പ്രധാന ക്യാമറകൾ പാക്ക് ചെയ്യുകയും ലൈവിനായി ഉപയോഗിച്ച TV-യു സുരക്ഷിതമായി മാറ്റുകയും ചെയ്തു. ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ചൈനീസ് ഗൈഡുകളും നേപ്പാളി ഗൈഡുകളും വളരെ സമർത്ഥമായി പോലീസിനെ കൈകാര്യം ചെയ്തതുകൊണ്ട് വലിയ അപകടങ്ങളില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. എങ്കിലും ഒടുവിൽ വഴിമധ്യേ വെച്ച് ചൈനീസ് ഗൈഡും പോലീസും നേരിട്ടെത്തി ഞങ്ങളുടെ ക്യാമറകളും റെക്കോർഡിംഗ് ഉപകരണങ്ങളും പിടിച്ചെടുക്കുകയായിരുന്നു. അതോടെ യാത്രയുടെ ശേഷിക്കുന്ന ഭാഗങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കാതെയായി.
ഒരുപാട് സന്തോഷം പുണ്യഭൂമിയിലെത്തിയത്. പിതൃക്കളോട്, മാതാപിതാക്കളോട്, ജന്മം തന്ന അച്ഛനമ്മോട്, എൻ്റെ ഗുരുവിനോട്, പിന്നെ എല്ലാ ദേവിദേവന്മാരുടെ ശിവഭഗവാനോടും എല്ലാവരോടും ഈ പുണ്യഭൂമിയിലെത്തിയതിന് ഒരുപാട് സന്തോഷം. എം കെ രാമചന്ദ്രൻ സാറിൻ്റെ ബുക്ക് വായിച്ചതിന് ശേഷമാണ് ഇങ്ങനെ പഠിക്കുമ്പോൾ കേട്ടിട്ട് മനോസരോവർ കൈലാസം എന്നുള്ളത്. പക്ഷെ അത് ഇങ്ങനെ സ്വപ്നത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ യാഥാർത്ഥ്യമായി തീരുന്നുള്ള ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരുപാട് ആഗ്രഹിച്ചത് കൊണ്ട് ഭഗവാൻ ഇവിടെ എത്തിച്ചു. ഇതുവരെ തന്ന എല്ലാ ഭാഗ്യങ്ങൾക്കും സൗഭാഗ്യങ്ങളും ഭഗവാനോട് നന്ദി പറയണോ. നമ്മൾ കേട്ടറിഞ്ഞ അല്ലെങ്കിൽ മനസ്സിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കൈലാസമുണ്ട്, അപ്പൊ നമ്മൾ നേരിൽ കാണുകയാണ്. എന്താ വ്യത്യാസം തോന്നുന്നത്? എന്താ ഭഗവാനെ നേരിട്ട് കാണുകയാണ്. ഭഗവാന്റെ നമ്മുടെ അച്ഛനും അമ്മയാണ് ഭഗവാൻ. അതിലും കൂടുതൽ എന്താ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വന്ന ഫീലിംഗ് ആണ് എനിക്ക്. സ്വന്തം പിതാവിൻ്റെയും മാതാവിൻ്റെയും അടിത്തട്ടിൽ വന്നിരിക്കണ പോലെ ഇപ്പം ഞാനിരിക്കണത്. ഇതിലും കൂടുതലായിട്ട് എന്താ ഞാൻ പറയുക. ക്യാമറകൾ നഷ്ടപ്പെട്ടതിൻ്റെ മാനസിക പിരിമുറക്കത്തിന് പുറമെ ശാരീരികമായും വലിയ പരീക്ഷണങ്ങളാണ് ഞങ്ങൾ ആ മണിക്കൂറുകളിൽ നേരിട്ടത്. അതികഠിനമായ തണുപ്പും വരണ്ട ഹിമാലയൻ കാറ്റും കാരണം എല്ലാവരുടെയും ചർമ്മം വറ്റി വരളാനും പൊട്ടിപ്പൊളിയാനും തുടങ്ങി. മുഖത്തെയും ചുണ്ടുകളിലെയും തോലുകൾ അടർന്നു മാറുന്ന അവസ്ഥയിലായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഈ യാത്രയിൽ സ്കിൻ കെയറിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഉയർന്ന തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ നല്ല ലിപ് ബാമുകളും മോയ്സ്ചറൈസറുകളും ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളവും വേണ്ടിവരും. പെട്ടെന്ന് ഊർജം നൽകാൻ ചോക്ലേറ്റുകളും കരുതി വെക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഞങ്ങൾ അനുഭവം കൊണ്ട് പഠിച്ചു എന്ന് പറയാം. കൂടാതെ അടിയന്തര ഘട്ടങ്ങളിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലെ അംഗങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാൻ ഒരേ നിറത്തിലുള്ള ജാക്കറ്റുകൾ ഞങ്ങൾ ധരിച്ചത് വളരെ വലിയ സഹായമായി മാറുകയായിരുന്നു. ആളുകൾ ചിതറിപ്പോകുന്ന ഹിമാലയൻ പാതകളിൽ, പ്രത്യേകിച്ച് പോലീസിനും മറ്റു പരിശോധനകളുള്ള സമയത്ത് ഇത് സുരക്ഷയ്ക്ക് വളരെ അത്യന്താപേക്ഷികമാണ് എന്ന് പറയാം. വിവിധ തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾക്കും കഠിന പാതകൾക്കും ഒടുവിൽ വൈകുന്നേരത്തോടെ ഞങ്ങൾ 2ാം ദിനത്തിന്റെ അവസാന ബേസ് ക്യാമ്പായ സുതുൽപുക്കിൽ എത്തിച്ചേർന്നു. ക്യാമറകളും ഉപകരണങ്ങളും പിടിച്ചെടുക്കപ്പെട്ടതിന്റെ വിഷമം ഉള്ളിലുണ്ടായിരുന്നുവെങ്കിലും ആപത്തുകളൊന്നും കൂടാതെ കൈലാസ പരിക്രമണത്തിലെ ഏറ്റവും ദുർഘടവും അപകടകരവുമായ ഭാഗങ്ങൾ മറികടക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ പ്രപഞ്ചനാഥന് വിനയത്തോടെ നന്ദി പറഞ്ഞു. ഇനി പരിക്രമണത്തിന്റെ അവസാന ദിനമായ 3ാം ദിന യാത്രയാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത്. കൈലാസത്തോട് വിട പറഞ്ഞ് ദാർശനിലേക്ക് മടങ്ങുന്ന ആ വികാര നിർഭരമായ നിമിഷങ്ങളും മടക്കയാത്രയിലെ അനുഭവങ്ങളും അടുത്ത അധ്യായത്തിൽ കാണാം. നമസ്തേ.